ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബോട്ടിലാട്ടാണ്. എന്റെ ബേബിയും കൂടെ വന്നിട്ടുണ്ടാവും. സാധനങ്ങള് പരിചയപ്പെടുത്തരാം. ഇത് വേണ്ടത് ആദ്യം ബ്ലൂ സ്പ്രേ പെയിന്റ്, പിന്നെ ഗ്രീൻ സ്പ്രേ പെയിന്റ്, പിന്നെ ഓറഞ്ച് ക്രേ. നമ്മള് ഒരു കുപ്പിയുണ്ട്, നമ്മുടെ കോഫി പൗഡറിന്റെ കുപ്പിയാണ്. പിന്നെ അടപ്പ് താഴെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്നൊക്കെയാന്ന് പറയണം. ഈ കുപ്പിയാണ് നമ്മൾ ബോട്ടിലാട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മള് പുറത്ത് പല കളേഴ്സ് അടിച്ചിട്ട് ഈ ഇതിന്റെ പുറത്ത് പലതരം കളർ നമ്മള് അടിച്ചിട്ട് കുറച്ച് തുടങ്ങി. അതിനുശേഷം അതിൽ മണി പ്ലാന്റ് ആണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഒരു കാര്യം പറയാൻ വന്നു. ഇതിന്റെ താഴെ നമ്മള് പറഞ്ഞു ഈ സ്ഥലത്ത് ഇങ്ങനെ വെച്ചിരുന്ന ഇത് സ്റ്റാൻഡായി വെച്ചതാണ്. ചെയ്താലോ പോണേ കുട്ടികൾ സൂക്ഷിക്കണം. എന്താ കാണുന്ന വെച്ചാൽ ഈ സ്പ്രേ പെയിന്റ് മുക്കിപ്പോയ കുട്ടികൾക്ക് ഡേഞ്ചറാണ്. അതുകൊണ്ട് മാസ്കോ എന്തെങ്കിലും സ്ഥലം ധരിച്ചിട്ട് മാത്രമേ ഇത് അടിക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് അടിച്ചാലോ? നമ്മൾ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും പല കളറിലാണ് അടിക്കുന്നത്. വേറെ സ്ഥലത്ത് ആണ്ടിരിക്കാനാണ് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്. അത് സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ വേറെ സ്ഥലത്ത് ആവില്ല. പക്ഷെ കാണാൻ പറ്റാത്ത ഒരു കളറാണ്. ഈ കുപ്പിന്റെ പോലത്തെ ഒരു കളറാണ്. അത് കാണാൻ പറ്റില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് കാണണമെങ്കിൽ. നമുക്ക് നമുക്കൊക്കെ ശരിക്കും കാണാൻ പറ്റുന്ന അടുത്തായിട്ട് കാണാം. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നും നമുക്കറിയില്ല. എന്നാ നമുക്ക് നമ്മള് വീഡിയോ ചെയ്താലോ? പോവാണേ. പോവാണോ? അടിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് ഉണങ്ങാൻ വെച്ചിട്ട് നമ്മള് ബാക്കിയുള്ള പണികൾ ചെയ്യും. നമ്മള് പെയിന്റൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി ഉണങ്ങാൻ വെക്കണം. നമ്മള് ബാക്കിയുള്ള നമ്മളിവിടെ വെക്കറില്ലേ അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. നമ്മൾ ഇനി ഇടാൻ പോവാണ്. 1 2 3 ഗോ. എങ്ങനെയുണ്ട് നമ്മള് മണി പ്ലാന്റ് ഉണ്ടാക്കുന്ന മണി പ്ലാന്റ് നടാൻ വേണ്ടി ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടായോ? അടിപൊളി. നമുക്ക് ഇഷ്ടായി. വെള്ളക്കാളുണ്ട്. സൂപ്പറായില്ലേ? ഇപ്പൊ നെക്സ്റ്റ് വീഡിയോയില് ഞാൻ വേറൊരു ഐഡിയ ആയിട്ട് വരാം. ബൈ ബൈ. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും